നമസ്തേ വോസ് ഗംഗ ഫ്രം വിൻ ട്രേഡർ. അപ്പോൾ ഇന്നത്തെ ഇൻട്രാഡേ സ്പെഷ്യൽ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് റിലയൻസിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ നമ്മൾ സോഫ്റ്റിൻ്റെ ആ ഒരു പെർഫോമൻസ് കാണിക്കുന്ന മുമ്പായിട്ട് ഈ റിലയൻസിൻ്റെ സ്റ്റോക്ക് റിഗാർഡിങ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് രാവിലെ ഇന്ന് ഓപ്പൺ ചെയ്ത് 1485 റേഞ്ചിലാണ്. അതിൽ നിന്ന് മാർക്കറ്റ് ഒരു 1% ഇടിവാണ് മാർക്കറ്റിൽ ഉണ്ടായത് മോർണിംഗിൽ തന്നെ. അപ്പോൾ ഇപ്പോൾ റൺ ചെയ്യുന്ന റേഞ്ച് എന്ന് പറയുന്നത് 55-60 റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പോൾ റൺ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മളൊരു ലാസ്റ്റ് ഒരു 5 days എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 8% ഉള്ള ഇടിവാണ് ഈ ഒരു സ്റ്റോക്കിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം ജനുവരി 16 വരുന്ന ക്വാർട്ടർ റിസൾട്ടിൽ ചിലപ്പോൾ അതിന് ശേഷം ചിലപ്പോൾ ഈ ഒരു ട്രെൻഡിന് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സോഫ്റ്റിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റിൽ നമുക്ക് ഇൻട്രാഡേ വൈസ് ഇതിനകത്ത് കറക്റ്റായിട്ട് ആ ഒരു ട്രെൻഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. രാവിലെ തന്നെ സെൽ ഇൻഡിക്കേഷൻ തന്നു. ആ വന്നിരിക്കുന്ന റേറ്റ് 1474 നമ്മുടെ സോഫ്റ്റ് സെൽ ഇൻഡിക്കേഷൻ തന്നത്. അവിടെ കണ്ടോ ആ ഒരു ഡൗൺഫോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സോഫ്റ്റിൽ കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടുന്ന് ഒരു അപ്പ് മൂവ്മെൻറ്റ് പോയിട്ടുണ്ടെങ്കിലും മാർക്കറ്റ് അവിടെ റെസിസ്റ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് അവിടുന്ന് അതേ സപ്പോർട്ട് എടുത്ത് പിന്നെയും മാർക്കറ്റ് ഇറങ്ങി തന്നെ പോകുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു ഗ്രാഫിൽ സോഫ്റ്റിൻ്റെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ കൂടി കറക്റ്റായിട്ട് ഈ ഒരു ഗ്രാഫ് റീഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അവിടെ നിന്ന് മാർക്കറ്റ് ഇറങ്ങി നമ്മൾ സോഫ്റ്റ് അപ്പോൾ ഒരു ഇൻട്രാവൈസ് നമുക്ക് സോഫ്റ്റ് എൻട്രി പോയിന്റ് കൊടുത്ത് ടാർഗറ്റും കാണിച്ചു. ആ ടാർഗറ്റെല്ലാം അച്ചീവ് ചെയ്ത് നിൽക്കുവാണ്. പക്ഷേ ഇപ്പോഴും ഒരു അപ്പ് മൂവ്മെൻറ്റ് അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് കയറാൻ ചാൻസ് വളരെ കുറവാണ്. നമുക്കിപ്പോൾ താഴത്ത് നമ്മുടെ ആ കൺഫർമേഷൻ ബാർ റെഡും പ്രൈസ് സോണും ഒക്കെ സെല്ലിനോട്ടാണ് കൺഫേം ചെയ്യുന്നത്. അതായത് ഇനിയും മാർക്കറ്റ് ആ സപ്പോർട്ടിനെ കൂടെ എടുക്കുകയാണെങ്കിൽ ഇനിയും മാർക്കറ്റ് ഒരു ഡൗണിലോട്ട് തന്നെ പോകും. അപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുള്ളൊരു ഇതുപോലെ കൂടുതലും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. താങ്ക് യു.